ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ എന്നാ എവിടേക്കാ പോണേ? ടൂർ പോവല്ലേ അമ്മ? SNDPയുടെ ടൂറ് പോവാണ് കേട്ടോ അമ്മ. SNDP തന്നെയല്ലേ? നമ്മുടെ കോയമ്പത്തൂര് ആദിയോഗിയുടെ ഇടയ്ക്കൊക്കെയാണ് പോണത്. പിന്നെ വേറെ കുറെ സ്ഥലങ്ങൾ പോണ്ടാവൂല്ലേ? അമ്മയ്ക്ക് അറിയില്ലല്ലോ എവിടേക്ക് പോണെന്ന് അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ അമ്മ ടൂറ് പോവാണ്. ഇപ്പൊ ഒരു 7:30 ആയിട്ടുണ്ടാവും. 8 മണിക്ക് അമ്പലത്തിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പൊ അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ട് പോയിട്ട് വരാട്ടാ. പോകുമ്പോ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ ഒരു ഓർമ്മയാണ്. ഓക്കെ, അപ്പൊ ഫോണില് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചു. ഒരാള് തന്നെ പഠിച്ചു. അല്ല, കല്യാണങ്ങൾക്കൊക്കെ പോയി അവിടെ പോയിട്ടൊക്കെ വീഡിയോ എടുക്കണു. അപ്പൊ സുഖമായിട്ട് സൂപ്പറായിട്ട് പോയിട്ട് വരാട്ടാ. ടാറ്റാ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് തൃശ്ശൂർ പുലിക്കളി ഉള്ള ദിവസമാണ്. നമ്മൾ പുലിക്കളി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പോയിട്ട് ചെറുതായിട്ട് വ്ളോഗ് എടുത്തിട്ട് വന്നായിരുന്നു. വലിയ ലെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വ്ളോഗ് എടുക്കാൻ പോവാണ്. എത്ര സമയം വരെ അവിടെ നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇരുട്ടാവണേറ്റും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരണം. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരം കണ്ടിട്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരും കേട്ടോ. ചങ്ങരേട്ടൻ്റെ ഓണം കഴിഞ്ഞിട്ടില്ല. ചങ്ങരേട്ടൻ ഇപ്പോഴും ഓണക്കൊടിയില്ല. എന്താ മറന്നത്? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? വണ്ടിയുടെ ചാവി മറന്നോ? കിട്ടിയ ഗ്ലാസ് തുറക്കണോ? കിട്ടിയാച്ച് ആച്ചാച്ച്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തൃശ്ശൂര് പുലിക്കളി കാണാൻ. അങ്ങനെ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി ചെറിയൊരു ചേഞ്ച്. എപ്പോഴും നമ്മൾ ബാക്കിലിരുന്നിട്ടല്ലേ പോവാറ്. ഇപ്രാവശ്യം ഞാൻ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഒരു റിസ്ക്കും കൂടി നമ്മൾ അറിയണ്ടേ. നമ്മളെപ്പോഴും സുഖമായിട്ട് വണ്ടിയുടെ മുകളിലിരുന്ന് പോയാൽ മാത്രം പോരല്ലോ. ആ വണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ റിസ്ക് എന്താണെന്ന് അറിയണ്ടേ. എനിക്ക് തൃശ്ശൂർ റൗണ്ടിൽ കയറി ഓടിക്കാനൊന്നും അറിയില്ല. ഇതിപ്പോൾ റൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ ആയിരിക്കും വണ്ടി വെക്കുന്നുണ്ടാവുക. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമായിരിക്കും. കാരണം റൗണ്ടിലേക്കൊന്നും വണ്ടികൾ കയറ്റി വിടില്ല. അപ്പോൾ ഞാൻ അതുവരെയല്ലേ പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹൈവേ കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ആവും കൂടി വേണമല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്ങരേട്ടൻ്റെ വണ്ടിക്കാണെന്ന് വെച്ചെങ്കിൽ ബ്രേക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ വൈകുന്നേര സമയമൊക്കെ ആവാറാകുമ്പോഴാണ് പുലിക്കളി തുടങ്ങുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് റിസ്ക് എടുത്ത് തന്നെ സ്പീഡിൽ പോകേണ്ട കാര്യമില്ല. അങ്ങനെ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഒരുപാട് വണ്ടികൾ ഇതുപോലെ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. അങ്ങനെ വണ്ടിയൊക്കെ അവിടെ വെച്ചു, ഹെൽമെറ്റും വെച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടു കേട്ടോ. വേലൂർ സെൻറ്ററിൻ്റെ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ നൈസായിട്ട് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റി. ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ടാണ് പോയിരുന്നിരുന്നത്. ആ ചേട്ടൻ ഇൻഡിക്കേറ്റർ പോലും ഇടാതെ അങ്ങോട്ട് വന്നു. പിന്നെ നമ്മളവിടെ വന്നിട്ട് വിഷയം ഉണ്ടാക്കി വർത്തമാനം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ സമയം പോകുന്നല്ലാതെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളവിടെ വർത്തമാനം പറയാനോ വഷളാക്കാനോ ഒന്നുമില്ല. അവിടെ നിന്ന് നേരെ എന്താ ചേട്ടാന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നടന്ന് റൗണ്ടിലെത്തി. അധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്നാൽ ആൾക്കാരുണ്ട് താനും. റോട്ടിലൊന്നും അധികം ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല. ബസ് സ്റ്റോപ്പൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ആ പാർക്കിൻ്റെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തെയ്യത്തിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും അവരുടെ അടുത്ത് പോയി എന്നിട്ട് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. എന്നിട്ട് അവരുടെ അടുത്ത് ഒരു ഹായ് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടാ. അപ്പോൾ ആ ചേട്ടൻ ഹായൊക്കെ പറഞ്ഞു. ഓ, അതിനെന്താ പറയാലോ എന്നൊക്കെ പറഞ്ഞ് ഹായൊക്കെ പറഞ്ഞു. ഹനുമാനൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് വന്നേക്കണത് വിയ്യൂരെന്ന് അവിടെ എഴുതിയേക്കണത്. അതിൻ്റെ മുകളിലോട്ടാണ് വിയ്യൂർ ദേശത്തെ ആയിരിക്കാം. വിയ്യൂരിൻ്റെ തന്നെ ഇതുപോലെ ഒരുപാട് കണ്ടു. ചിലപ്പോൾ ഓരോ ദേശത്തിൻ്റെ ആയിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ നമ്മളത് കണ്ടു. ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇത് മത്സരത്തിന് കൊടുക്കാനുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ചെണ്ടമേളം പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓൾറൗണ്ടായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ബോർഡിൻ്റെ അതുകൂടെയൊക്കെ നടന്നു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊരു ലോറിയാണ്
ഈ വരുന്നത്. എനിക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് അത് ലോറി എന്ന് മനസ്സിലായത്. ആ ലോറിയിലിരിക്കുന്ന ഡ്രൈവർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഫ്ലെക്സിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഹോളടിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ബാക്കിയൊക്കെ ഫ്ലെക്സാണ് അതിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ആ ലോറി കടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട്, കറണ്ടിൻ്റെ കമ്പിയൊക്കെ ഉണ്ടായിരുന്ന കാരണം വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് അതുകൂടെ കടത്തി വിട്ടിരുന്നത്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കാലുമൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഇപ്രാവശ്യം പുലികൾക്ക് കാലുമ്മ ചെരുപ്പ് പോലത്തെ സംഭവം, അതുമാതിരി കയ്യുമ്മയൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ പൊയ്ക്കാലിൻ്റെ മുകളിൽ നടക്കാനുള്ള സംഭവങ്ങളും അതുപോലെ സെറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊയ്ക്കാലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഫംഗ്ഷനുകളിലൊക്കെ ഇറക്കാൻ പറ്റും. കല്യാണങ്ങൾ, അതുമാതിരി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ വരുമ്പോൾ, പൂരത്തിനൊന്നും അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് നേരം ഒന്നും പൊയ്ക്കാലുമ്പോൾ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ, അപ്പോൾ നമ്മൾ ആ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത ആ വേഷങ്ങളുണ്ടല്ലോ, അവർ പോകുന്നുണ്ട്. നമ്മുടെ തെയ്യത്തിൻ്റെ വേഷങ്ങളുണ്ടാവുമല്ലോ, അവർ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അവർ മേക്കപ്പൊക്കെ ചെയ്ത് വന്ന് നിൽക്കുന്ന കാണാൻ എന്തോ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് അവരെ കാണുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ നിന്നിട്ട് ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ തിരക്ക് കൂടി വരുന്നുണ്ട്. പിന്നെ ഓരോ ടീമായിട്ട് തിരിഞ്ഞിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ കണ്ട് ഇതേ നമ്മുടെ പുലികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ പുലികൾ വന്നിറങ്ങിയിട്ടുണ്ട്. അവർ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവരെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാരെ അവിടെ ചുറ്റും തടിച്ചു കൂടിയിട്ടുണ്ട്. അതിലൊരു ചേട്ടനെ കണ്ടിട്ട് ശരിക്കും എനിക്ക് അതിശയമായി. ആ ചേട്ടൻ്റെ വയറ് കണ്ട്, ആ ചേട്ടൻ എങ്ങനെയാ വയറും കൊണ്ട് നടക്കണേന്ന് എനിക്ക് തോന്നിപ്പോയി. ആൾക്കതൊന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വയറുള്ളതാണ് അട്രാക്ഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അത് ദൈനംദിന ജീവിതത്തിൽ അവരത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് അറിയാത്തത് കേട്ടോ. അവർ ഡയറ്റ് ചെയ്തത് കംപ്ലീറ്റ് കുറച്ച് വീണ്ടും അടുത്ത വർഷത്തേക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ ഓരോരോ ദേശത്തെ പുലികൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയമായി തുടങ്ങിയപ്പോൾ വെയിലൊക്കെ അടിച്ചിട്ട്, ശരിക്കും വെയിൽ മുഖത്തേക്കും ചെവിയിലേക്കൊക്കെ വെയിലടിച്ചിട്ട് എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തലവേദന തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ ഇവിടെ നിൽക്കണ്ട എന്നുള്ളൊരു മൂഡായിട്ടാണ്. കാരണം വേദന വരുമ്പോൾ അസ്വസ്ഥതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു സംഭവമായി. അപ്പത്തിനും തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പുലികളുടെ കൂടെ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അങ്ങനെ ഭയങ്കര തിരക്കായി തുടങ്ങി. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ പുലിക്കളിയുടെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വയ്യാണ്ടാവണ്ട എന്നുള്ള രീതിയിൽ നമ്മളൊരു വശത്ത് അങ്ങനെ നിൽക്കാനുണ്ടായത്. ആ പാർക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടായത്, ശങ്കരേട്ട അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പുറം ഇപ്പുറം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലൈറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടുള്ള വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഒരാൾ അവിടെ ഘനഗംഭീരത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, മീശയൊക്കെ വിരിച്ച് വെച്ചിട്ട്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആളാണ്, ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പത്തിനും എനിക്ക് നല്ല അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിൽ കൊണ്ടിട്ട് നല്ല തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാവവ്യത്യാസം എൻ്റെ മുഖത്ത് കാണാൻ പറ്റും, വയ്യ എന്നുള്ള സംഭവത്തിൻ്റെ. അപ്പോൾ നമ്മൾ പിന്നെ മാത്രമല്ല, ഏകദേശം 5:30 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ വീട്ടിലേക്ക് സ്കൂട്ടാവാം എന്നുള്ളൊരു സമയമായിട്ടുണ്ട്. കാരണം ഇവിടുന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ വേണം നമുക്ക് ക്ലാസ്സിൻ്റെ അവിടെ എത്താൻ. അവിടുന്ന് വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകണം. എനിക്കാണെങ്കിൽ രാത്രി വണ്ടി ഓടിക്കാൻ നല്ല പേടിയാണ്. അതുകൂടാതെ കണ്ടിട്ട് ഒരു ടൈം പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക്, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മളതിനെ മോശം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും. പകലെ വരുന്നതിന്, കറക്റ്റ് ടൈമിന് വരുന്നതിനും പോകുന്നതിനും തന്നെ കുറ്റം പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിറങ്ങുമ്പോൾ അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ്. അപ്പോൾ അത് കാരണം ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാം എന്നുള്ള രീതിയായി. പുലികളെനൊന്നും തൊട്ടടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കണ്ടോ, ഇത്രയും ജനക്കൂട്ടാണ്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റിയായിരുന്നു. അത് ഫോണിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ട്രൈപോഡ് ഇല്ല, ട്രൈപോഡ് കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഒരെണ്ണം ഉള്ളതാണ് വെച്ചിങ്ങനെ ഫോൺ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഈ കൂട്ടത്തിലൊക്കെ തെന്നി വീണ് കഴിഞ്ഞാൽ ആൾക്കാർ ചവിട്ടി പിടിച്ച് തവിട് പൊടിയാവും. അപ്പോൾ തൽക്കാലം ഫോൺ കേട് വരുത്തണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഹൈറ്റിൽ ഞാൻ എടുത്തു. വളരെ കുറച്ച് തന്നെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ.
അങ്ങനെ നമ്മൾ എന്നാലും ആ ഒരു സംഭവത്തിൽ പങ്കെടുത്തുല്ലോ എന്നുള്ള രീതിയിൽ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ഉണ്ടായത്. അത്രേ കണ്ടുള്ളൂ. അപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വരാനുള്ള ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഇവിടെ തോക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഇപ്പുറത്തുനിന്ന് സൗണ്ട് അവരവിടെ പീപ്പ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെന്താ തോക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ മരുന്നിടേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വേറെ ഒരു കുഞ്ഞു തോക്കിൻ്റെ ഉള്ളിൽ മരുന്നിട്ട് പൊട്ടിക്കുമല്ലോ, ആ സംഭവത്തിൻ്റെ ആവശ്യമില്ല. തീപ്പെട്ടിക്കൊള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് 10 രൂപ ഏത് കടയിൽ നിന്ന് വേണമെങ്കിൽ കിട്ടും. 10 രൂപയ്ക്ക് 10 എണ്ണം കിട്ടുമല്ലോ നമ്മുടെ തീപ്പെട്ടി. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഇട്ടിട്ട് ഇതാക്കാം. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ കാക്കയൊക്കെ വരുമ്പോഴേ ഈ സംഭവം പൊട്ടിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം മേടിക്കാമെന്ന്. 120 രൂപ പറഞ്ഞു. 100 രൂപയ്ക്ക് നമുക്കത് തന്നുട്ടാണ്. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുലിക്കളി കാണാനുള്ള ആൾക്കാർ അത് കാണാൻ വേണ്ടി പോയോണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കാനായിട്ട് അതും പറഞ്ഞിട്ട് ശങ്കരേട്ടനെ കളിയാക്കുക. അവരെല്ലാവരും പോകണുള്ളൂ, നമ്മൾ തിരിച്ച് പോവാണ് എന്ന്. അപ്പോൾ അടുത്ത വർഷം തൊട്ടിട്ട് ഞാൻ പറഞ്ഞു ശങ്കരേട്ടൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് റിസ്ക്കാണ്. കാരണം ഈ സംഭവം നമുക്ക് കാണാനുള്ള ആഗ്രഹം, വ്ളോഗ് എടുക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രിയാണ് ശരിക്കും അത് കാണാനും നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും ഒക്കെ രസം ഉണ്ടാവുക. അത് ഫിനിഷ് ചെയ്ത് കാണണം എന്നുണ്ട് വെച്ചിങ്ങനെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വർഷം തൊട്ടിട്ട് ശങ്കരേട്ടൻ ഒറ്റയ്ക്ക് പോയിട്ട് അത് കണ്ട് എൻജോയ് ചെയ്തോളൂ. അവരാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് എത്ര സമയം വരെ വേണമെങ്കിലും നിൽക്കുക. അതാണ് ആണുങ്ങളായുള്ളൊരു ഗുണം. നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികൾ സമൂഹം കൽപ്പിച്ച് തന്നിരിക്കുകയാണ്. നമ്മളല്ല, സമൂഹം നമുക്കൊരുപാട് പരിമിതികൾ കൽപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെ അതിൽ ഒതുങ്ങി ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വെച്ചിട്ട് കയറി. ഞാൻ ചായ കുടിച്ചില്ല, കാരണം നല്ല ചൂടുണ്ടാവും ചായക്ക്. കുറച്ച് സമയം എടുത്തിട്ട് വേണം ചായ കുടിക്കാൻ. അപ്പോൾ എനിക്കത് പറ്റില്ല, കാരണം എനിക്ക് ചായ വേണ്ട. ഞാൻ ബജ്ജി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ബജ്ജി വാങ്ങിച്ച് വീട്ടിൽ വന്നിച്ച് കഴിക്കാം. അത് സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരമില്ലാത്ത നേരം നോക്കിയിട്ടാണ് പോണത്. ആ സമയത്ത് ഫ്രണ്ടിലൊരു ബസ് വന്നു. അതിനെ ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് വണ്ടികളും വരണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൊരു റോഡാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ ബാക്കിൽ കൂടെ അങ്ങനെ പോയോണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു എന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയോണ്ടിരിക്കുകയാണ്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നതിൻ്റെ ഒച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഡിസ്റ്റർബൻസ് ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ അവിടേക്ക് എത്താറാവുമ്പോഴത്തേനും കൂരി ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് അങ്ങനെ ക്ലാസ്സിൻ്റെ അവിടെ എത്തുമ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്തിട്ട് പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബൈ ഗായ്സ്.